പക്ഷേ നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ടോന്നാണ് എന്റെ സംശയം. അത് സംശയമൊന്നുമല്ല, സത്യമാ. ഈ നിശ്ചയം മുടങ്ങിയതിലേ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാണെന്ന് അറിയോ അച്ഛന്? അത് അനിയേട്ടന് തന്നെയാ. ഞാൻ അയാളുടെ അടുത്തോട്ട് ചെന്നപ്പോഴേ ഉള്ളിലെ സന്തോഷമൊക്കെ മറച്ചു വെച്ചോണ്ടാ അയാൾ സംസാരിച്ച. ഈ എൻഗേജ്മെന്റ് മുടങ്ങി പോയതില് ലേശം പോലും വിഷമം അനിയേട്ടനില്ല. ഒരു പെണ്ണ് അസ്ഥിക്ക് പിടിച്ചുപോയാ അങ്ങനെയാ മോളെ. അവളിൽ നിന്ന് മുക്തനാവാൻ പിന്നെ സമയമെടുക്കും. അവിടെ ഇപ്പോ എല്ലാവരും ഫുട്ബോളിന്റെ ആവേശത്തിലായിരിക്കുമല്ലോ. അതെ, മുത്തശ്ശനുൾപ്പെടെ എല്ലാവരും. അത് മുമ്പേ അങ്ങനെ തന്നെ. അയാളാ ലയണൽ മെസ്സിയുടെ ആളല്ലേ, ആ മൂർത്തി. ആ വീട്ടിനകത്തിനി മത്സരമായിരിക്കും. അതിലും വലിയ മത്സരത്തിനാണ് ഞാനിപ്പോ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷേ മുളയിലെ അയാൾ നമ്മളെ തളച്ചു കളഞ്ഞു. ഞാൻ തിരിച്ചടിക്കും മോളെ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അനി നിനക്ക് സ്വന്തമാവണം. അതിനുശേഷമേ ഞാനും മോളും തമ്മിൽ അടുപ്പമുണ്ടെന്ന് എല്ലാവരും അറിയാവൂ. പ്രത്യേകിച്ചും മോളുടെ അമ്മ. അമ്മ ഇപ്പൊ നല്ല ഭയത്തിലാ. അച്ഛനെ ഞാൻ കാണുന്നോന്ന് അമ്മയ്ക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അഭിയേട്ടനെയും അച്ഛനെയും തമ്മിൽ നേരത്തെ കണ്ടതുകൊണ്ട് അച്ഛനിനി ഏട്ടനോട് വല്ലതും പറഞ്ഞു കാണുമെന്നൊരു പേടി അമ്മയ്ക്കുണ്ട്. അത് ചെറിയ പേടിയല്ല മോളെ, അതവളെ ഉലച്ചിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളറിയാത്തതായി വലിയൊരു സംഭവം ഞങ്ങൾക്കിടയിലുണ്ട്. മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിന്റെ അമ്മയോളം കഴിവുള്ളൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നെ കണ്ടിട്ടില്ല. അവളുടെ സ്നേഹത്തിൽ പോലും വിഷമുണ്ട്. ഹലോ അനി. അതെ, താങ്ക്സ്. എന്തിന്? എന്തിനെന്നോ? നീ ഇന്ന് കൃത്യസമയത്ത് തന്നെ മുത്തശ്ശനെ വിളിച്ചല്ലോ. അത് പിന്നെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അനി. എനിക്ക് പരാതി കിട്ടിയതുകൊണ്ടാ. ആ, പരാതി കിട്ടിയപ്പോ തന്നെ നീ ആക്ഷൻ എടുത്തല്ലോ. എങ്ങനെ മോതിരം കൈമാറാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ പേരിൽ ഇനി വീട്ടിൽ എന്തൊക്കെ വഴക്കുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഇനി അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. അല്ല, പിന്നെ എപ്പോഴാ അച്ഛനും അമ്മ എവിടുന്ന് പോയത്? ആ, കുറെ നേരം കഴിഞ്ഞിട്ടാ പോയത്. ആ, നീ എന്തായാലും വീട്ടിലേക്ക് സൂക്ഷിച്ചൊക്കെ പൊക്കോ. ഇപ്പൊ പറഞ്ഞതുപോലെ നിന്റെ അമ്മ നല്ല വയലന്റ് ആയിരുന്നു. ആ, അതുപോലെ തന്നെ അച്ഛനും. നിനക്കെന്തായാലും സന്തോഷമായല്ലോ. എന്റെ സന്തോഷം പിന്നെ മറച്ചു വെക്കാൻ പറ്റുമോടി? ഒരിക്കലും ഞാൻ കൃത്യസമയത്ത് നിശ്ചയം മുടങ്ങുമെന്ന് ചിന്തിച്ചതേയില്ല. ഇന്നലെ രാത്രി നീ അതുപോലെ പ്രാർത്ഥിച്ചു കാണും നിശ്ചയം മുടങ്ങാനായിട്ട്. ആ, അല്ല, നീ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഓ, നിന്നെ എനിക്ക് അറിയാം മോളെ. നീ ഇന്നലെ ഉറങ്ങിയെന്ന് പറഞ്ഞതൊക്കെ കള്ളവാ. നീ എന്നെക്കാളും പ്രാർത്ഥിച്ചാണ്. ഏയ്, ഒരിക്കലും ഇല്ല. സത്യസന്ധയായ പോലീസ് ഓഫീസർ ഇതുപോലുള്ള അവസരങ്ങളിലാ കള്ളം പറയുന്നത്. ആയിക്കോട്ടെ, നിനക്ക് വേറൊന്നും പറയാനില്ലല്ലോ. ശരി. ശരിയാ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാതെ പ്രാർത്ഥനയിലായിരുന്നു, മനസമാധാനം കിട്ടാൻ വേണ്ടി. അതെ ഗോവിന്ദേട്ടാ, എപ്പോഴും കാണിക്കുന്നത് പോലെ ഇനി അവളോട് വിട്ടുവീഴ്ചയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ദേഷ്യം വരുമ്പോ വായി വരുന്നൊക്കെ വിളിച്ച് പറയുന്ന കൂട്ടത്തില്ല. എന്നാ ഗോവിന്ദേട്ടൻ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഗോവിന്ദേട്ടൻ സീരിയസ് ആയിട്ടൊന്ന് പറഞ്ഞാലേ അവക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവക്ക് കംപ്ലൈന്റ് കിട്ടിയെന്ന് കരുതി ഒരു കാരണവശാലും അവൾ ആ സമയത്ത് മൂർത്തി സാറിനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു.
നമ്മുടെ കൺമുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചത് വലിയ തെറ്റായിപ്പോയി കനകെ. എന്തായാലും അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വരുന്നുണ്ട്. ഡേ നിക്കവിടെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നീ അകത്തേക്ക് പോയാ മതി. എന്താണ് അച്ഛനും അമ്മയും പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. ദേ, ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. ഓ, അവളുടെ ഒരു ഡ്യൂട്ടി. ദേ, അനന്തപുരിയിലേക്ക് ആദർശം നയനെ മടങ്ങി വന്നതിന് ശേഷം എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. അതാ നീ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നേ? പിന്നെ ആരാ അത് ചെയ്തത്? ആദർശ് തിരികെ വന്ന ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്നല്ലോ. അന്ന് നിന്റെ അമ്മ അവന്തികയ്ക്കൊരു വാക്കു കൊടുത്തതാണ്, ഇനി നിന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവത്തില്ലാന്ന്. നീ അനിയുടെയും അവന്തികയുടെയും ഇടയിലേക്ക് ഒരു തടസ്സമായിട്ട് വരില്ലാന്ന്. അതാണ് ഒറ്റയടിക്ക് നീ തിരുത്തി കളഞ്ഞത്. നയനെ അനുകരിച്ച് വളർന്ന നിനക്കേ അവളുടെ കുറച്ച് സ്വഭാവം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ നീ നവ്യേക്കാളും കഷ്ടം. നിനക്ക് തോന്നുന്നുണ്ടോ ഈ നിശ്ചയം മുടങ്ങിയെന്ന് കരുതി നിനക്കും എനിക്കും ഒന്നിക്കാമെന്ന്? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ല. ഇല്ലാന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ? നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട്. അതുപോലെ തന്നെയാണ് അവന്റെ കാര്യം. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ അവൻ ഈ നിശ്ചയത്തിനെ എതിർത്തിരുന്നത്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. പിന്നെ ഇനി എന്നെ അങ്ങ് വെറുതെ വിട്. നിക്ക്, അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ മുഖത്താണ് നീ കരിവാരി തേച്ചത്. അതിന് ഗോവിന്ദേട്ടാ, ഇതൊക്കെ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയാ. ആനി ചിലപ്പോ ഇതൊക്കെ പറഞ്ഞു കാണും. അനാമികയോടും അവളുടെ അച്ഛനോടും ഇങ്ങനെയൊക്കെ ചെയ്താ അവരാവശ്യപ്പെടുന്ന തുക കൊടുക്കാന്ന്. അനാമികയ്ക്ക് അവളുടെ അച്ഛനും പിന്നെ പൈസ കിട്ടിയാല് അവരെന്തും ചെയ്യുമല്ലോ. നീ കാരണം ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാ. മൂർത്തി സാറിന് ഒരു തെറ്റുപറ്റി. നിനക്ക് ഈ നാട്ടിൽ തന്നെ ഒരു പോസ്റ്റിംഗ് വാങ്ങിച്ചു തന്നു. അതുകൊണ്ടാണ് നീ ഇപ്പോഴും അനിയെ കാണുന്നതും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതും. ഇനി എന്നെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയാലേ ഞാൻ എന്റെ പാട്ടിന് പോവും. എനിക്കിതൊക്കെ കേട്ടോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ പൊയ്ക്കോടി. പോണ്ടെന്ന് ആരാ പറഞ്ഞത്? എന്നാ ശരി, ഞാൻ പോവാ. അല്ല, എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടെങ്കിലും. ആ, എന്നെ വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ എന്തിനാ താമസിക്കുന്നേ? കനകേ, കുഴപ്പമില്ല ഗോവിന്ദേട്ടാ. പോയാലും അവൾ 1-2 ദിവസം മാറി നിന്നിട്ട് തിരിച്ചിങ്ങ് പോന്നോളൂ. ഇനി പനി നയിപ്പിച്ച് അവളെ തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കണ്ട. അത് കൂടുതൽ അപകടം. മോനെ, ദാ ചുക്ക് കാപ്പിയാ. നിനക്ക് തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് നല്ലതാ. ഈ നാഗേന്ദ്രൻ ചെയ്ത തെറ്റെന്താണെന്ന് ആരും വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ അമ്മേ. അമ്മയ്ക്ക് അതേപ്പറ്റി എന്തെങ്കിലും അറിയോ? എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല മോനെ. എല്ലാം അറിയാവുന്നത് നിന്റെ മുത്തച്ഛനാ. അച്ഛനാണെങ്കിൽ നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നതേ ദേഷ്യ. ഇനിയിപ്പോ മോനെന്തിനാ അവന്റെ കഥകളൊക്കെ അറിയുന്നേ? അല്ല, ഇത്രയൊക്കെ ആയില്ലേ അമ്മേ. ഇനിയിപ്പോ അതും കൂടി അറിയുന്നോണ്ട് എന്താ കുഴപ്പം? എടാ മോനെ, നിനക്കൊരു ശങ്കരൻ ചേട്ടനെ അറിയോ? നമ്മുടെ ജ്വല്ലറിയിലുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ ശങ്കരൻ ചേട്ടൻ. ആ, അറിയാം. കഴിഞ്ഞ വർഷം ജൂവലറിയുടെ വാർഷികത്തിന് അദ്ദേഹം വന്നായിരുന്നല്ലോ. ആ, എല്ലാ വർഷവും വരാറുണ്ട്. അദ്ദേഹത്തിന് നിന്റെ അച്ഛനേക്കാളും ഇളയച്ചനേക്കാളും ഇതേപ്പറ്റിയൊക്കെ അറിയാം. എന്നാലും അത് പൂർണ്ണമായിട്ട് അറിയുമെന്നൊന്നും അറിയില്ല. സ്വർണ്ണപ്പണിക്കാരനായിരുന്നെങ്കിലും ഒരു സമയത്ത് അച്ഛൻ്റെ വിശ്വസ്തനായിരുന്നു അയാള്. അച്ഛനാണെങ്കിൽ എല്ലാം അയാളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അച്ഛൻ അയാൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിനക്ക് നാഗേന്ദ്രന്റെ ചരിത്രം അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ശങ്കരൻ ചേട്ടനെ ഒന്ന് കണ്ടു നോക്ക്. ശരിയമ്മേ, അതറിഞ്ഞു കഴിഞ്ഞാൽ നാഗേന്ദ്രൻ ഏതൊക്കെ രീതിയിൽ സഞ്ചരിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ അയാളുടെ എല്ലാ പദ്ധതികളും നമ്മൾ പൊളിച്ചിട്ടുണ്ട്. എങ്കിലും അയാൾ ഇവിടെ തന്നെ ഉണ്ട്, അയാളുടെ ജ്വല്ലറിയിൽ. അത് നമുക്ക് ഭീഷണി തന്നെയാ. എന്നാ പിന്നെ മോൻ ശങ്കരൻ ചേട്ടനെ ഒന്ന് കണ്ടു നോക്ക്. അമ്മയോട് ചോദിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഒരു പഴയ സ്വർണ്ണപ്പണിക്കാരനുണ്ടായിരുന്നു, ഒരു ശങ്കരൻ അങ്കിള്. വളരെ വിശ്വസ്തനായ പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അമ്മ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അയാളെ ഒന്ന് കാണണം. ഇപ്പൊ അദ്ദേഹം എവിടെയാ? വീട്ടിലിരുന്ന് അത്യാവശ്യം പണിയൊക്കെ ചെയ്യുക. മുത്തശ്ശൻ ഈ നാഗേന്ദ്രൻ പ്രശ്നക്കാരനാണെന്ന് പറയുമ്പോ ഇനി അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം വേണോ? എന്നാലും നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ. എന്ന് മാത്രമല്ല, നാഗേന്ദ്രൻ ഈ നാട്ടിൽ വന്നു എന്നറിഞ്ഞ ശേഷം അപ്പച്ചിക്ക് വലിയ ഭയമുണ്ട്. അഭിക്കാവിന്റെ അച്ഛനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് അപ്പച്ചിക്ക് നല്ല സംശയമുണ്ട്. ശരിക്കും അവര് തമ്മിൽ കോണ്ടാക്ട് ഇല്ലേ? ഉണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ വഴക്ക് നടക്കും. അതുകൊണ്ട് മനഃപൂർവ്വം മൂടി വെച്ചിരിക്കെ. അവൻ പിന്നെ കള്ളനായതുകൊണ്ട് അവന്റെ അമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ പെട്ടെന്ന് പറ്റും. അഭിക്ക് കിട്ടിയത് അച്ഛന്റെ സ്വഭാവമായിരിക്കോ അതോ അമ്മയുടെ സ്വഭാവമായിരിക്കോ? രണ്ടുപേരുടെയും കൂടെ. അച്ഛനാണല്ലോ. ഇവിടെയുള്ള ആളെന്തിനാ ഫോണിൽ വിളിക്കുന്നത്? ആ അച്ഛാ. ശരി അച്ഛാ, നമ്മളോട് താഴോട്ട് ചെല്ലാൻ ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ നമുക്ക് പെട്ടെന്ന് ചെല്ലാം, എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. വാ. സാറായിരുന്നോ? അച്ഛനല്ലേ അകത്ത്? ഉണ്ട്, പണിപ്പുരയില്ല. ഞാൻ വിളിക്കാം. ഏയ് വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ശങ്കരനങ്ങളെ. അല്ല, ആരായി വന്നിരിക്കുന്നത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇപ്പോഴും പണിക്കൊന്നും കുറവില്ലല്ലേ? വെറുതെ ഇരുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഓരോ അസുഖങ്ങൾ കയറി വരും. അതുകൊണ്ട് അല്ലറ ചില്ലറ പണികളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സാറേ. അല്ല, സാറ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെയല്ലോ. അങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യമല്ല, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ സാറേ? അത് അങ്കിള് തിരക്കിലാണോ? എത്ര തിരക്കുണ്ടെങ്കിലും സാറിന് വേണ്ടി അതൊക്കെ മാറ്റിവെക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ സാറേ. ഞാൻ വന്നത് പഴയ ചില കഥകൾ അറിയാൻ വേണ്ടിയിട്ട്. അല്ല, എന്താ സാറേ? ഞാൻ വന്നത് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. വേറെ ആരെയും പറ്റിയല്ല, നാഗേന്ദ്രനെ പറ്റി. ആ പേര് കേട്ടപ്പോൾ തന്നെ അങ്കിളിന്റെ മുഖത്ത് നല്ല മാറ്റമുണ്ടല്ലോ. സാറേ, മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പോഴാ സാർ അതേപ്പറ്റി പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ നടന്നു എന്ന് വേണമല്ലോ കരുതാൻ. അയാൾ എന്തൊക്കെയോ ചതിയും വഞ്ചനയൊക്കെ കാണിച്ചു എന്ന് എനിക്കറിയാം. അന്നത്തെ സംഭവങ്ങളൊക്കെ അതേപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്നത്തെ സംഭവങ്ങളൊക്കെ അതേപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സാറേ, എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് മറക്കാൻ പറ്റില്ല സാറേ. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കണമെന്നില്ല, ഒന്ന് പുറത്തേക്ക് പോയാലോ? അങ്കിളിൽ നിന്ന് പണിയോലും തീർക്കാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അതൊക്കെ സാറിന് വേണ്ടി മാറ്റിവെക്കാമെന്ന്. ഞാൻ ഇപ്പൊ വരാം, സാർ അങ്ങോട്ടിരിക്കെ. ശരിയങ്ങളെ.
അല്ല, പഴയകാല കഥകളൊക്കെ സാറിനും അറിയാമായിരിക്കുമല്ലോ. വളർത്തുമകളാണെങ്കിലും 2 ആൺമക്കൾക്ക് താഴെ അനന്തപുരി തറവാട്ടിലേക്ക് വന്ന മകളാ ജലജ. അതുകൊണ്ട് അവിടുത്തെ അമ്മയ്ക്കും മൂർത്തി സാറിനും ജലജയെ ജീവനായിരുന്നു. അതിനുശേഷം ഒരു പെൺകുട്ടി ജനിച്ചെങ്കിലും അവർക്ക് ജലജയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നില്ല. അതെ, മുത്തശ്ശനും മുത്തശ്ശിയെ ആവശ്യത്തിലധികം സ്നേഹം കൊടുത്ത് അവരെ വളർത്തിയത്. മൂർത്തി സാറിന്റെ സ്വഭാവ മഹിമയൊക്കെ ആ വീട്ടിലുള്ള മിക്കവർക്കും കിട്ടി. പക്ഷെ അതൊന്നും തൊട്ടു തീണ്ടാതെ പോയത് ഈ വളർത്തുമകൾക്കാ. അല്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏയ്, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അമ്മയും അച്ഛനും ഇല്ലാത്ത കൊച്ചല്ലേ, അതിൻ്റെ ഒരു പരിഗണന ഈ ജലജയ്ക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ജലജയ്ക്കു വേണ്ടി അയാളെ തെരഞ്ഞെടുത്തത്. അയാൾ ശരിക്കും നല്ലവനായിരുന്നു, നാഗേന്ദ്രൻ. പക്ഷേ മുത്തശ്ശന് അഭിപ്രായം ഇല്ലല്ലോ. അപ്പച്ചിക്കും അയാളുടെ പേര് പറയുമ്പോൾ ദേഷ്യ. എൻ്റെ നാവ് കൊണ്ട് അങ്ങനെ പറയില്ല സാറേ. കഥകൾ ഒരുപാടുണ്ട്, ആരും അറിയാത്ത കഥകൾ. ഇന്നത്തെ മൂർത്തീസ് ജ്വല്ലറി മൂർത്തി സാറിൻ്റെ കാലത്താ പ്രതാപത്തിലേക്ക് വന്നത്. അതിനു മുമ്പും സ്വർണ്ണ ബിസിനസ് ഉണ്ടായിരുന്നു അനന്തപുരിക്കാർക്ക്. ജലജയുടെ ഭർത്താവായി വന്ന നാഗേന്ദ്രൻ മേൽനോട്ടം ഏറ്റെടുത്തതോടെ ഒരു കുതിച്ചുകയറ്റമായിരുന്നു മൂർത്തീസ് ജ്വല്ലറിക്ക്. മിടുക്കനായിരുന്ന അയാൾ. MBA-കാരനായിരുന്നുകൊണ്ട് മോൻ്റെ അച്ഛനേക്കാളും ഇളയച്ഛനേക്കാളും അയാൾക്കായിരുന്നു കമ്പനിയിൽ സ്ഥാനം കൊടുത്തത്. പിന്നെ അതിനു പിന്നിൽ ജലജയോടുള്ള സ്നേഹവും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അല്ല, നമ്മൾ മനുഷ്യർക്ക് നല്ല സമയത്തേക്കാൾ കൂടുതൽ മോശ സമയമാണുള്ളത്. കണ്ടക ശനിയും 7.5 ശനിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പൊക്കോണ്ടിരിക്കും. അങ്ങനെ ശനി ബാധിച്ച സമയത്ത് ചില സംഭവമൊക്കെ അവിടെ നടന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ. എന്താ അങ്കിൾ വിളിപ്പിച്ചത്? ഇരിക്കടോ. ആ, ഇപ്പോൾ നമ്മൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും മറ്റു പലരും തൊട്ടടുത്തുണ്ട്. 4-5 ജ്വല്ലറികൾ നമ്മുടെ ശക്തരായ എതിരാളികളാണ്. അതെ, കഴിഞ്ഞ വർഷം മുതലാണ് മത്സരം കടുത്തത്. ഏറെ പിന്നിൽ നിന്നവർ മുകളിലേക്ക് കയറി. എന്നാൽ നമുക്ക് അത്രത്തോളം മുകളിലേക്ക് കയറാനും പറ്റിയിട്ടില്ല. നമുക്ക് ആരുടെയും പിന്നിലേക്ക് പോകാൻ പറ്റില്ല നാഗേന്ദ്ര. ഞാനാണ് കമ്പനിയുടെ MD എങ്കിലും ഇപ്പൊ കഴിഞ്ഞാൽ നിന്റെ കയ്യിലാണ്. ജയനെയും അജയനെയും കാളും എനിക്ക് ബിസിനസ്സിൽ നിന്നെ വിശ്വാസമാണ്. അതുകൊണ്ടാ നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നത്. ഞാൻ എന്താ അങ്കിളെ ചെയ്യേണ്ടത്? നോക്ക്, കയ്യിലെടുത്ത് നോക്ക്. നോക്കാം. എങ്ങനെയുണ്ട്? ഇതുപോലൊന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഫാഷൻ അല്ല, ജർമ്മനാണ്. അതും അവിടെ പോലും അപൂർവമായ കളക്ഷനാണ്. ഇത് വെച്ച് തനിക്ക് ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ സംശയം? ഒരു എക്സിബിഷൻ തന്നെ നടത്താം അങ്കിൾ. നമ്മൾ എല്ലാ വർഷവും അക്ഷയ തൃതീയയുടെ അന്ന് ഓഫറുകൾ നൽകിക്കൊണ്ട് പുതിയ കളക്ഷൻസ് അവതരിപ്പിക്കാറുണ്ടല്ലോ. അന്നാണല്ലോ കൂടുതൽ സെയിൽസ് നടക്കാറുള്ളത്. കഴിഞ്ഞ അക്ഷയ തൃതീയയ്ക്ക് ചില എതിരാളികൾ നമുക്കൊപ്പം എത്തി. അതുകൊണ്ട് നാഗേന്ദ്രൻ പറഞ്ഞാൽ ശരിയാണ്. അന്നേ ദിവസം കുറെ വെറൈറ്റികൾ നമ്മുടെ കസ്റ്റമേഴ്സിന് മുന്നിൽ പ്രദർശിപ്പിക്കാനാവണം. അന്ന് ഇതും ഉപയോഗിക്കാങ്ങളെ. ഇതിന് മുകളിൽ വെക്കാൻ ഇതിന്റെ തിളക്കം കൊണ്ടും ഡിസൈൻ കൊണ്ടും മറ്റൊന്നില്ല. സത്യം പറഞ്ഞ എന്റെ കണ്ണുവരെ തള്ളിപ്പോയി. അക്ഷയ തൃതീയയുടെ അന്ന് ഇതിന് ആവശ്യക്കാർ ഒരുപാടുണ്ടാകും. പരമാവധി ഇത് കൊടുക്കാതിരിക്കാൻ നോക്കണം. പിന്നെ ആരെങ്കിലും വലിയ തുക ഓഫർ ചെയ്താൽ മാത്രം മറിച്ച് ചിന്തിച്ചാൽ മതി. ശരിയെങ്കിലേ,
ഈ എക്സിബിഷൻ കഴിയുന്നതോടെ നമ്മൾ കുതിച്ചുയരും. അത് വെറും വാക്കാൽ പറഞ്ഞാൽ പോരാ, റിസൾട്ട് ഉണ്ടാവണം. നീ ഇവിടെ വന്ന ശേഷം മാറ്റങ്ങളുണ്ടായില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് പോരാ. മനസ്സിലായങ്ങളെ, ഈ അക്ഷയ തൃതീയോടെ നമ്മൾ കേരളത്തിന് പുറത്തും ബിസിനസ് വ്യാപിപ്പിക്കും. മറ്റ് ജ്വല്ലറിക്കാരെക്കാളും ഏറെ മുന്നിലേക്ക് തന്നെ പോവും. പിന്നെ നമ്മളെ പിടിച്ചാക്കിട്ടില്ല, അതെങ്കിലും ഉറപ്പ്. ഇത് തന്റെ കസ്റ്റഡി തന്നെ വെച്ചോ. അന്നേ ദിവസം ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ശരിയെങ്കിലേ. MD മൂർത്തി സാർ ആയിരുന്നെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നാഗേന്ദ്രൻ ആ സ്ഥാനം കൈമാറിയേനെ. എക്സിബിഷൻ ഇനി കുറച്ച് ദിവസമല്ലേ, അതിനു മുമ്പ് എനിക്ക് 1-2 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ വെറുതെ ഒരു ഷോയ്ക്ക് അത് ഇട്ടുകൊണ്ട് പോയാലോ? ദേ, അബദ്ധം കാണിക്കരുത്. എക്സിബിഷൻ നടക്കുന്ന അന്നല്ലാതെ ആ സ്വർണം വേറെ ആരും കാണാൻ പാടില്ല. നാഗേന്ദ്ര, ആ നെക്ലസ് നിന്നെയല്ല ഞാൻ ഏൽപ്പിച്ചത്. എത്ര ദിവസം നീ അത് കയ്യിൽ വെച്ചിരുന്നു? എന്നിട്ട് അതിന്റെ നിറം മങ്ങിയില്ലല്ലോ. പിന്നെങ്ങനെയാണ് പൈസ വാങ്ങിയതിനു ശേഷം അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടത്?